ഹലോ ഗായ്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ അൺബോക്സിങ് ചെയ്തിട്ടുള്ള ഡൈക്കാസ് മോഡൽസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഹോട്ട് വീൽസും മെജോറിറ്റിയും CCA അതുപോലെ തന്നെ ബ്രോഗഡും മോഡൽസാണ്. അപ്പോൾ അതിന് ടോമിക്കയുടെ 2 മോഡൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഏത് സെക്ഷനിൽ തുടങ്ങുന്ന എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് ഓരോ മോഡലുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. സോ നമുക്ക് ഫസ്റ്റ് എടുത്ത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണിക്കുക യെല്ലോ കാറാണ്. ഈ യെല്ലോ കാർ എന്ന് പറയുന്നത് ഹോട്ട് വീൽസിൻ്റെ ആണ്. ഇത് ഹോട്ട് വീൽസിൻ്റെ ഹോണ്ട റേസിങ്ങിൻ്റെ ഒരു കാറാണ്. ഇതെനിക്ക് 179 റുപ്പീസിന് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് ബ്ലിങ്കിറ്റിൽ നിന്ന്. അതൊരു നല്ലൊരു ഡീലായിരുന്നു. കാരണം എനിക്ക് ഒറിജിനൽ MRPക്ക് തന്നെ എനിക്കിത് കിട്ടി. അപ്പോൾ ഇതൊരു നൈസ് കാറാണ്. കാരണം ഇത് ഞാൻ ഹോട്ട് വീൽസ് കളക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ കളക്ട് ചെയ്തതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയൊക്കെയാണ്. ഇതിന് ശേഷമാണ് ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ആൾക്കാർ വന്നതും ഈവൻ ബ്ലിങ്കിറ്റിലും പോലും കിട്ടാത്ത ഒരവസ്ഥ വന്നു. അതുതന്നെ ബ്ലിങ്കിറ്റിലാണ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഹോട്ട് വീൽസ് നല്ല മോഡലൊക്കെ കിട്ടുന്നുണ്ടായത്. ഇപ്പോൾ അതും നമുക്കൊരു കിട്ടാത്ത അവസ്ഥയും. അപ്പോൾ ഇതാണ് ഒരു മോഡല്. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ കാറാണ്. ഈ കാറിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇതൊരു JDM കാറാണ്. നമ്മുടെ ഡാറ്റ്സൺ കാറാണ്. അതായത് നമ്മുടെ നിസാൻ്റെ കമ്പനി തന്നെയാണ് ഈ ഡാറ്റ്സൺ. സോ ഇത് മെജോറിറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കാർ ഞാൻ ഏകദേശം വാങ്ങിച്ചൊരു നിയർലി 300 ഒരു 400 റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. അതും MRP റേറ്റിന് തന്നെയാണ്. ഈ കാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്. കാരണം ഈ ബാക്കി മോഡലുകളിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പ് ഇതിലുണ്ട്. കാരണം അത്ര പ്രീമിയമാണ്. പിന്നെ അതുണ്ടെങ്കിൽ ഈ കാറിൽ സസ്പെൻഷനുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാവും. കാരണം ടയർ കുറച്ച് പഴയ രീതിയിൽ ഡിസൈൻ ആയതുകൊണ്ട് ഇവിടെ മനസ്സിലാത്താണ്. അതിന് സസ്പെൻഷനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ട ഈ ഇത്രയും അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കി ഇത്രയും ക്വാളിറ്റി, ഇത്രയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെങ്ങനെ മെജോറിറ്റി ഇത് ചെയ്യുന്നതെന്നുള്ളത്. അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് മെജോറിറ്റിയുടെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ലോക്കൽ ഷോപ്പുകളിൽ അത്യാവശ്യം കിട്ടും. നിങ്ങളൊരു ഡൈക്കാസ്റ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെജോറിറ്റി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു ബ്രാൻഡാണ്. കാരണം ഈ ഹോട്ട് വീൽസിനാണ് കുറച്ച് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇവർ ഇറക്കുന്നുണ്ട് ഒരു ചീപ്പ് റേറ്റിനുള്ളത്. പിന്നെ അതുമാതിരി തന്നെ നമുക്കൊരു അടുത്ത മോഡൽ നോക്കാം. ഈ കാണുന്ന ബ്ലൂ കളർ ട്രക്കാണ്. ഇത് ഫോർഡിൻ്റെ റാപ്റ്ററാണ്. ഇത് ഹോട്ട് വീൽസിൻ്റെയാണ്. ഇതും എനിക്ക് MRPക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ അടുത്തുള്ള തൃശ്ശൂരിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കളക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളും വരുന്നതാണ്. എനിക്ക് നോക്കി മനസ്സിലാവും. ഫോർഡ് പെർഫോമൻസ് എന്നൊക്കെ ഇത് കറക്റ്റ് കാണാം. ഇതൊരു അത്യാവശ്യത്തിലധികം ഇതിനെന്താ പറയുക, ഇപ്പോൾ ഡിമാൻഡുള്ളൊരു മോഡലും കൂടിയാണ് ഇത്. കാരണം നല്ലൊരു റേറ്റിനാണ് ഇത് പുറത്ത്. നമുക്കിതൊരു ഓഫ് റോഡ് കാർഡിൽ നിന്നാണ് ഇത് കിട്ടുന്നത്, ഹോട്ട് വീൽസിൻ്റെ. അതുമാതിരി തന്നെ നമുക്ക് വേറൊരു ട്രക്കുണ്ട്. ഈ കാണുന്ന റെഡ് വൺ. ഇത് റാമിൻ്റെ ട്രക്കാണ്. ഇത് എനിക്ക് കിട്ടിയത് ഇത് എന്താ പറയുക, ഇവരുടെ തന്നെ 5 പാക്ക് ഉണ്ട്. 5 പാക്കിൽ എന്താ പറയുക, അഡ്വഞ്ചർ ഡർട്ട് അങ്ങനെയാണ് കത്ത് തോന്നുന്നു. ആ ഒരു പാക്കിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. സോ ഇതൊരു നല്ല കാർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന വീലാണ്. കാരണം ലെവലേശം ബന്ധമില്ലാത്ത പോലത്തെ ഒരു കളറാണ് കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. പിന്നെ നമുക്ക് വേറെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു മോഡലാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ്. കാരണം ടൊയാറ്റോയുടെ വണ്ടികൾ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ടൊയാറ്റോയുടെ ടാക്കോമയാണിത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ, വാവ് എന്താ പറയുക, നല്ല രീതിയിലായിട്ടുണ്ട്. ഒരു 4x4 എന്ന് എഴുതിക്കുന്നതും ടാക്കോമ എന്ന് എഴുതിക്കുന്നതും നല്ലൊരു ഇതാണ്. ഇതിൻ്റെ അടിയിൽ നോക്കുമ്പോഴും നല്ലൊരു ഡീറ്റെയിലിങ് തന്നെയാണ്. ഇതും എന്താ പറയുക, എനിക്ക് 5 പാക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ 2 മോഡലുകളാണ് ലാസ്റ്റ് കാണിച്ച റെഡും ഈ ഒരു ഗ്രേയും ആണ് എനിക്ക് 5 പാക്കിൽ നിന്ന് കിട്ടിയ വേറെ 2 മോഡൽസ്. ഇതും ഞാൻ MRP റേറ്റിന് തന്നെയാണ് വാങ്ങിച്ചത്, ഒരു 899 റുപ്പീസിന്. അത് ഞാൻ എടുത്തത് ഹാമിൽസിൽ നിന്നാണ്, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണ്. സോ ഞാൻ മാക്സിമം കളക്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ അങ്ങനെ പുറത്തുള്ള സ്ഥലത്തു നിന്നാണ്. കാരണം നമ്മുടെ ഇവിടെ ഭയങ്കര റേറ്റാണ് പറയുക നാട്ടിൽ. സോ ഇനി നമുക്കൊരു അടുത്തൊരു മോഡലും കൂടി നോക്കാം. അടുത്ത് വരുന്നത് ഈ കാണുന്നൊരു റെഡ് ട്രക്കാണ്. ഇത് പഴയ ഒരു മോഡൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ലാൻഡ് റോവറാണ്. വളരെ പഴയ മോഡലാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നോക്കി, ആ ഒരു കണ്ടോ, ആ ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ? ആ ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് ചെയ്യുന്നത്
ഒരു പണ്ടത്തെ ഒരു ക്ലാസി ലുക്കും ആ ഒരു ടച്ചും ഒരു അടിപൊളി വണ്ടിയാണ് ഇത്. എനിക്ക് MRP റേറ്റിന് തന്നെയാണ് കിട്ടിയത്. ഇതും നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. സോ ഈ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ഇനി കാണിക്കാൻ കുറച്ച് അധികം മോഡൽ കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോന്നടുത്തടുത്ത് വീഡിയോകൾ കാണാം. ഇതിൽ വാൻസ് ഉണ്ട്, അതുമാതിരി തന്നെ അത്യാവശ്യം നല്ല സ്പോർട്സ് കാറുകളും വേറെ ഉണ്ട്. നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം. കാണുന്ന ഈ മോഡൽസൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് കാണാം. നമുക്ക് ഇപ്പോൾ കുറച്ച് സമയപരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മോഡൽസ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അത്യാവശ്യം ഇതുമാതിരി ഡൈക്കാസ് ട്രാവലേഴ്സായിട്ടൊരു കൂട്ടുകാരനോ കൂട്ടുകാരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതുമാതിരി തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കാര്യങ്ങളോട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളും കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഞാനൊരു ഇൻസ്റ്റാഗ്രാം എന്താ പറയുക ഒരു വാട്സപ്പിൽ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വരുന്ന കേസുകൾ, അതിലത്തുള്ള മോഡലുകൾ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോഡൽസ് അവിടെ നിന്ന് നല്ല ചീപ്പായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്കതിൽ ചർച്ച ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.